ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിതാ വളരെ ഈസി ആയിട്ടുള്ള ഒരു പുഡിങ്ങായിട്ടാണ് വന്നത്. വെറും 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ച് 5 മിനിറ്റ് കൊണ്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിലും എളുപ്പത്തിൽ വേറെ പുഡിങ് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. ഒരു പാക്കറ്റ് വിപ്പിംഗ് ക്രീം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് നമുക്ക് ഫ്രഷ് ക്രീമും പാലും അങ്ങനെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഫ്രഷ് ക്രീമാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് പാലും 1/2 കപ്പ് ഫ്രഷ് ക്രീമും എടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ തന്നെ മതി. അപ്പോൾ ഇത് നല്ല ലൂസിലാണെന്നുണ്ട്, കട്ടിയൊന്നും ആയിട്ടില്ല. ഇനി നമ്മൾക്ക് ആവശ്യം ജെല്ലിയാണ്. ഇത് സ്ട്രോബെറി ജെല്ലിയാണ്. അപ്പോൾ അത് നമ്മൾ പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഏത് ഫ്ലേവർ വേണമെങ്കിലും ആക്കാം കേട്ടോ. അപ്പോൾ ഇത് മാംഗോ ഫ്ലേവറൊക്കെ ഉണ്ടാകുന്നെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ച ശേഷം നമ്മൾക്കിതിന് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒഴിക്കണ്ട, നമ്മളിതൊരു 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾക്കിനി ഫ്രിഡ്ജിൽ വെച്ച് നല്ല സെറ്റാവാൻ വെക്കണം. നല്ല സെറ്റായിട്ടുണ്ടാവണം. അപ്പോഴാണ് നമ്മൾ അടുത്തത് ഒഴിക്കാൻ പറ്റുന്നത്. ആ ഒരു സമയത്ത് നമുക്കിത് കുറച്ചും കൂടെ ജെല്ലി ആവശ്യമുണ്ട്. അപ്പോൾ അടുത്തൊരു പാക്കറ്റും കൂടി എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിൽ ആ ഒരു പാക്കറ്റിൽ പറയുന്ന വിധത്തിൽ നമ്മളിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് അലിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ ഫുള്ളൊന്ന് അലിഞ്ഞ ശേഷം ഞാനിതിലേക്ക് കുറച്ച് നോർമൽ വാട്ടറും കൂടി ഒഴിച്ച് അതൊന്ന് സെറ്റാകാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂട് തടയണം. ചൂടൊക്കെ പോയി നല്ല കുറച്ചൊരു തിക്കാകുന്ന സമയത്താണ് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കേണ്ടത്. കുറച്ച് മുന്നേ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ആ ഒരു ഷേപ്പ് കിട്ടില്ല. പിന്നെ ഇതൊക്കെ അടിയിൽ പോയിട്ട് അങ്ങനെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് രണ്ടും നല്ല സെറ്റായിട്ടുണ്ടാകുന്ന സമയത്താണ് മെല്ലായിട്ട് സ്പൂണോട് ഒന്ന് കോരി ഒഴിക്കണം. പിന്നെ ഒന്നും വേറെ പണിയില്ല. നമ്മൾ ഇതിന് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ നോർമൽ ജെല്ലി തന്നെ ഇതിനേക്ക് ധാരാളമാണ്. പിന്നെ ഒരു പാക്കറ്റ് പാലുണ്ടെങ്കിൽ തന്നെ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണേ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാതെ നോക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.